മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ 69-ാം ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു നക്ഷത്രഗണത്തെയാണ്. നമ്മൾ ഇതുവരെ 29 നക്ഷത്രഗണങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതായത് അതിവിശാലമായ ഈ ഖഗോളത്തിലെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള 88 നക്ഷത്രഗണങ്ങളിൽ 29 എണ്ണത്തിനെ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 30-ാമത്തെ ഗണത്തെ പറ്റിയാണ്. എല്ലാ നക്ഷത്രഗണങ്ങളെപ്പോലും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഗണങ്ങളിൽ രസകരമായ പല പുരാണങ്ങളിലെയും കഥയുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായി. അതൊക്കെ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ കഥ വളരെ രസകരമായ കഥയാണ്. ആ നക്ഷത്രഗണത്തിന്റെ പേര് തന്നെ തെക്കൻ കുരിശി എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയിൽ അതിനെ ക്രക്സ് എന്ന് പറയും. ക്രക്സ്, തെക്കൻ കുരിശ്. തെക്കൻ കുരിശ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, അത് ദക്ഷിണ ഖഗോളത്തിലെ ദക്ഷിണ ധ്രുവത്തിന് വളരെ അടുത്ത ഒരു ഗണമാണ്. കുരിശി എന്ന പേര് അതിന് വന്നതൊക്കെ വളരെ രസകരമായ കാര്യമാണ്. ഇന്ത്യക്കാർ അതിന് വേറൊരു പേരാകം വെച്ചത്. കാരണം ഈ കുരിശ് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ക്രിസ്തീയ സമൂഹത്തിനല്ലേ കൂടുതൽ പരിചയം. ഇന്ത്യക്കാർക്ക് കുരിശിനെ പരിചയപ്പെട്ടു തുടങ്ങിയിട്ട് ഏതാണ്ട് 400 വർഷം 500 വർഷമേ ആയുള്ളൂ. അതിനുമുമ്പ് ഇന്ത്യക്കാർക്ക് കുരിശറിയില്ല. പക്ഷേ നക്ഷത്രഗണത്തെ അതിനു മുമ്പേ അറിയാം. മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടത്. ആ പേരിന്റെ പിന്നിലുള്ള കഥയും കൂടെ ഈ ഗണത്തിന്റെ അവതരണം നടത്തുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. നിങ്ങളൊക്കെ കേട്ട ഒരു വാക്കായിരിക്കും ത്രിശങ്കു സ്വർഗം. നമ്മുടെ പുരാണങ്ങളിലെ ഒരു രസകരമായ ഒരു കഥയാണ്. ആ കഥ കൂടെ ഇതിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ നക്ഷത്രത്തെ അല്ലെങ്കിൽ ഈ നക്ഷത്രഗണത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു ഗണത്തിനും ഇല്ലാത്ത പോലെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകൾ ഇതിന്റെ പിന്നിലുണ്ട്, അപരന്മാർ. ഇത് ദക്ഷിണ ഖഗോളത്തിലെ ധ്രുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉത്തര ഖഗോളത്തിൽ ഒരു അപരനുണ്ട്. അതുപോലെ ദക്ഷിണ ഖഗോളത്തിൽ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് മറ്റൊരു അപരനുണ്ട്. അങ്ങനെ വളരെ സവിശേഷതകളുള്ള ഒരു ഗണത്തെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ക്രക്സ് ഗണത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നമ്മൾ സാധാരണയായി ഭൂമിയുടെ ഉത്തരഭാഗം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആകാശത്തിന്റെ ഉത്തരഭാഗം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നക്ഷത്രഗണമാണ് ഉർസ മൈനർ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചെറുകരടി എന്ന് പറയും. അതിന്റെ വാലറ്റത്തുള്ള, ആ കരടിയുടെ വാലറ്റത്തുള്ള ഒരു നക്ഷത്രമാണ് പോൾ സ്റ്റാർ, അല്ലെങ്കിൽ മലയാളത്തിൽ ധ്രുവ നക്ഷത്രം, സംസ്കൃതത്തിലും മലയാളത്തിലുമൊക്കെ ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നത്. കേൾക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. കാണുക പ്രയാസമാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന്. കാരണം കേരളത്തിൽ നിന്ന് കോഴിക്കോട്ടുകാർക്ക് അത് 11 ഡിഗ്രി ഉയരത്തിലാണ് വടക്കേ ചക്രവാളത്തിൽ കാണുക. തിരുവനന്തപുരത്തുകാർക്ക് 8 ഡിഗ്രി ഉയരത്തിലാണ്. കാസർഗോട്ടുകാർക്ക് 12 ഡിഗ്രി ഉയരത്തിലാണ്. അങ്ങനെ വീണ്ടും വടക്കോട്ട് പോകും തോറും അത് ഉയർന്നു വരും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ 11 ഡിഗ്രി ഉയരത്തിൽ ഒട്ടുമിക്ക ചക്രവാള പ്രദേശങ്ങളും ഒന്നുകിൽ വളരെയധികം പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും, അതല്ലെങ്കിൽ കൂറ്റൻ മരങ്ങളുണ്ടാവും, തെങ്ങുകളുണ്ടാവും. മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ആധുനിക കാലത്ത് മരങ്ങളും തെങ്ങുകൾക്കും പുറമെ കൂറ്റൻ 8 നില 10 നില കെട്ടിടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന്
ഈ പറയുന്ന ധ്രുവനക്ഷത്രത്തെ കാണുക അല്പം പ്രയാസമുള്ള കാര്യമാണ്. വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ കണ്ടെത്തിയേക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ധ്രുവനക്ഷത്രത്തിന്റെ കാര്യം പറയുന്നു? ധ്രുവനക്ഷത്രത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലോകമെമ്പാടുമുള്ള നക്ഷത്ര നിരീക്ഷകർ ഭൂമിയുടെ വടക്ക് ഭാഗം അല്ലെങ്കിൽ ഖഗോളത്തിന്റെ വടക്ക് ഭാഗം കണ്ടുപിടിക്കാനാണ് ധ്രുവനക്ഷത്രത്തെ ഉപയോഗിക്കുന്നത്. പണ്ടുകാലം മുതലേ തന്നെയായിരുന്നു. ബാബിലോണിയർക്കാർ പോലും വഴിയാത്രക്കാർക്ക് ആകാശത്തെ, അതായത് യാത്രക്കാർക്ക് വഴി കണ്ടുപിടിക്കാനുള്ള മാർഗദർശിയായിട്ടാണല്ലോ വടക്ക് ഭാഗത്ത് ധ്രുവനക്ഷത്രത്തെ സങ്കല്പിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ തെക്ക് ഭാഗത്ത് എന്താ ഉള്ളത്? തെക്ക് ഭാഗം കണ്ടുപിടിക്കാൻ ഒറ്റ നക്ഷത്രങ്ങളില്ല. അപ്പോൾ തെക്ക് ഭാഗത്ത് ദക്ഷിണ ധ്രുവം അല്ലെങ്കിൽ കൃത്യം തെക്ക് ഭാഗം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നക്ഷത്ര ഗണം കൂടിയാണ് ക്രക്സ്. അത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഇത് രസകരമായ കഥയുള്ളത് കൊണ്ട് നിങ്ങളിത് കാണണം. നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ രസകരമായി പറഞ്ഞു കൊടുക്കണം. ആകാശത്തെ പറ്റി ഒരുപാട് കഥകളുണ്ടല്ലോ. ആ കഥകൾ യഥാർത്ഥത്തിൽ ഈ പരിപാടി നടത്തുന്നതിന് തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, പൊതുസമൂഹത്തിന് വേണ്ടി. ആകാശത്തെ നക്ഷത്രങ്ങളെ പരിചയപ്പെടുക എന്നത് പലർക്കും രസകരമായിരിക്കും. അത് താല്പര്യമെടുത്ത് കാണണമെന്നേ ഉള്ളൂ, മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ കൂടെ നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാവണം. നിങ്ങൾ മാത്രം കണ്ട് ആസ്വദിച്ചാൽ പോരാ. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനും ഒക്കെ ഇത് ഷെയർ ചെയ്യണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മാനത്തേക്കൊരു കിളിവാതിൽ, ഭാഗം 69, നക്ഷത്രഗണം 30. ഈ പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ദക്ഷിണ ഖഗോളത്തിലെ നക്ഷത്രഗണത്തെ പറ്റിയാണ്. അതിൻ്റെ ലാറ്റിൻ ഭാഷയിലെ പേര് ക്രക്സ് എന്നാണ്. മലയാളത്തിൽ തെക്കൻ കുരിശ്. ക്രക്സിന്റെ അർത്ഥം കുരിശ് എന്ന് തന്നെയാണ്. 4 പ്രധാന നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഒരു ദക്ഷിണാർദ്ധഗോള നക്ഷത്ര ഗണമാണ് ലാറ്റിൻ ഭാഷയിൽ ക്രക്സ് അല്ലെങ്കിൽ കുരിശ് എന്നറിയപ്പെടുന്ന ഗണം. ദക്ഷിണാർദ്ധഗോളം എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് അല്ലെങ്കിൽ ഖഗോള മധ്യരേഖയ്ക്ക് തെക്ക് ഭാഗത്തുള്ള ആ ഭാഗത്തിനാണ് ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുന്നത്. ഈ ഒരു ഗണം യഥാർത്ഥത്തിൽ ദക്ഷിണ ധ്രുവത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഗണമാണ്. മലയാളത്തിൽ ഇതിനെ തെക്കൻ കുരിശ് എന്നാണ് വിളിക്കുന്നത്. 88 ഗണങ്ങളിൽ ഏറ്റവും ചെറിയ ഈ ഗണം ക്ഷീരപഥത്തിന്റെ തെക്കേ അറ്റത്താണ്. ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞൻ ടോളമി തന്റെ 48 ഗണങ്ങളുടെ പട്ടികയിൽ ക്രക്സിനെ ദക്ഷിണ ഖഗോള ഗണമായ സെന്റാറസിൽ ഉൾപ്പെടുത്തി. ഇത് ഒരു ദക്ഷിണ ഖഗോള ഗണമാണ്. ഇതാണ് സെന്റാറസ്. അതിന്റെ മധ്യത്തിലായിരുന്നു, ഏറ്റവും താഴെ ഭാഗത്തായിരുന്നു ഈ ക്രക്സ് എന്ന ഗണം. ടോളമി അദ്ദേഹത്തിന്റെ 48 ഗണപട്ടികയിൽ ക്രക്സിനെ കൂടെ സെന്റാറസ് കൂടെയാണ് ഉൾപ്പെടുത്തിയത്. BC 4000-ൽ ഈ ഗണത്തെ ഉത്തര ഖഗോള രാജ്യങ്ങളിൽ നിന്നും കാണാമായിരുന്നു. പിന്നീട് ഭൂവക്ഷത്തിന്റെ പുരസരണം മൂലം അല്പാൽപമായി കാണാതായതോടെ ഈ ഗണത്തെ അവർ മറന്നേ പോയി. പ്രത്യേകിച്ച് യൂറോപ്യന്മാർക്ക് ഇതിനെ കാണാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. ഉത്തര ഖഗോളത്തിൽ കുരിശ് പോലെ തോന്നിക്കുന്ന മറ്റൊരു ആസ്റ്ററിസം സിഗ്നസ് എന്ന ഗണത്തിലുണ്ട്. സിഗ്നസ് എന്നാൽ ഈ കാണുന്ന അരയന്നം പോലെ കാണപ്പെടുന്ന ചിറകുകൾ വിടർത്തി പറക്കുന്ന ഒരു പക്ഷിയുടെ പോലെയുള്ള രൂപമാണ് സിഗ്നസ്. ഇതിൽ ആ ക്രക്സിൽ കാണിച്ച പോലെ തന്നെയുള്ള 4 നക്ഷത്രങ്ങളുണ്ട്. 4 അല്ല 5 ഉണ്ട്. 1, 2, 3, 4,
മധ്യത്തിലിടണം. ക്രക്സിൽ പക്ഷേ മധ്യത്തിലില്ല. പക്ഷെ വ്യത്യാസം, ക്രക്സിലൊക്കെ വലിയ നക്ഷത്രങ്ങളാണ്, 4 നക്ഷത്രങ്ങൾ. ഇതും ഏതാണ്ടൊരു കുരിശിന്റെ രൂപമാണ്. അപ്പൊ ഉത്തര ഖഗോളത്തിലൊരു അപരനുണ്ട് ഇതിന്, അല്ലെങ്കിൽ ഒരു ഡ്യൂപ്പ്. ക്രക്സിനെ തെക്കൻ കുരിശ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഗണം പല ദക്ഷിണ ഖഗോള രാജ്യങ്ങളിലും സാംസ്കാരിക അടയാളമായി കരുതപ്പെടുന്നു. പുരാതന ഗ്രീക്കുകാരുടെ കാലം മുതൽ ഈ ഗണത്തെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. എന്തുകൊണ്ട് സാംസ്കാരിക അടയാളമായി കരുതപ്പെടുന്നു? നമുക്കറിയാം, കുരിശടയാളം പാശ്ചാത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട മതമായ ക്രിസ്ത്യാനിറ്റിയുടെ അടയാളമാണ്. അവർ അതിനെ പല രാജ്യങ്ങളിലും പാശ്ചാത്യരുടെ ക്രിസ്ത്യാനിറ്റി ആണല്ലോ ഇന്നും നിലനിൽക്കുന്നത്. ദക്ഷിണ ഖഗോളങ്ങളിൽ ഇതിനെയാണ് സ്ഥിതി. ആസ്ട്രേലിയ പോലെ രാജ്യം, ബ്രസീൽ പോലെ തെക്കേ അമേരിക്കയിൽ, അങ്ങനെ പല രാജ്യങ്ങളും കുരിശി എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ ഒരു അടയാളത്തെ അവരുടെ സാംസ്കാരിക ദേശീയതയുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നുണ്ട്. പല രാജ്യങ്ങളുടെയും കൊടിയടയാളം കുരിശടങ്ങിയതാണ്. വെനീഷ്യൻ നാവികൻ അൽവിസെ കടമാസ്റ്റോ 1455 ഇതിനെ നിരീക്ഷിച്ചു. എന്നിട്ടോ തെക്കൻ രഥം എന്ന പേര് കൊടുത്തു. പണ്ടേ നമുക്കറിയാം, പല രാജ്യക്കാരും വാനനിരീക്ഷണം നടത്തി വ്യത്യസ്തമായ പേരുകളാണ് അക്കാലത്തെല്ലാം ഗണത്തിന് കൊടുത്തിരുന്നത്. ഈ ഗണത്തെ പക്ഷെ ആദ്യമായി 1500 തിരിച്ചറിഞ്ഞ ആൾ ആൽജോ ആവോ ഫറാസും പിന്നീട് അമേരിഗോ വെസ്പുച്ചിയും മറ്റൊരു ഇറ്റാലിയൻ നാവികൻ ആൻഡ്രിയ കൊർസാലിയുമാണ്. ഇടതുവശത്ത് ക്രക്സ് എന്ന ഗണത്തിന്റെ ആകാശ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ക്രക്സ്, ഇങ്ങനെ കാണുന്നത്. 1592 എമരി മോളിനക്സ്, പെട്രോസ് പ്ലാനിഷ്യസ് തുടങ്ങിയ ആദ്യകാല നക്ഷത്ര ചാർട്ട് ഉണ്ടാക്കിയവർ ഈ ഗണത്തെ അവരുണ്ടാക്കിയ ഖഗോള രൂപത്തിൽ, ഈ വലത് വശത്ത് കാണുന്ന ഖഗോള രൂപം, ഗോളത്തിന്റെ രൂപം രേഖപ്പെടുത്തി. 1603 ഇക്കാര്യം ഫ്രെഡറിക് ഹൂട്ട്മാൻ സ്ഥിരീകരിച്ചു. സെന്റാറസ്, ഇവിടെ കാണാൻ സെന്റാറസിനെ, സെന്റാറസ്, മസ്ക, ഇവിടെ ഇത് മസ്ക, കരീന, അങ്ങനെ 3 ഗണങ്ങളുടെ മധ്യത്തിലാണ് ഏകദേശം 68 ചതുരശ്ര ഡിഗ്രി മാത്രമുള്ള ചെറിയ ഈ ഗണമുള്ളത്. ദക്ഷിണ അക്ഷാംശം 56.68 ഡിഗ്രിക്കും 64.7 ഡിഗ്രിക്കും രേഖാംശം 11:56 12:57 ഇടക്കാണ് ഇതിന്റെ സ്ഥാനം. ഏപ്രിൽ മാസം മുതൽ ഇതിനെ കാണാൻ തുടങ്ങും. ആകാശത്ത് ജൂൺ മാസം വരെ കാണാം. ഉത്തര ഖഗോളത്തിൽ വടക്ക് ഭാഗം കണ്ടെത്താൻ നമ്മൾ ധ്രുവ നക്ഷത്രത്തെ അല്ലെങ്കിൽ പോൾസ്റ്റാറിനെയാണല്ലോ ആശ്രയിക്കുന്നത്. അതുപോലെ ദക്ഷിണ ധ്രുവം മനസ്സിലാക്കാൻ ഒറ്റ നക്ഷത്രമില്ല. ഉത്തര ധ്രുവത്തെ പോൾസ്റ്റാർ ഉണ്ട്. പോൾസ്റ്റാർ എന്ന നക്ഷത്രം ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഉർസ മൈനോറിസ് എന്ന നക്ഷത്രഗണത്തിന്റെ വാലിലെ ഏകാന്ത നക്ഷത്രമാണ്. അത് കൃത്യം ഉത്തര ധ്രുവത്തിലാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആളുകൾ 5000 കൊല്ലങ്ങൾക്ക് മുമ്പേ ബാബിലോണിയക്കാർ അവർക്ക് വഴി കണ്ടുപിടിക്കാൻ ദിശനിർണയത്തിന് പോൾസ്റ്റാറിനാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യക്കാരനെ ധ്രുവ നക്ഷത്രം എന്ന് വിളിച്ചു. നമുക്ക് കേരളത്തിലെ ആളുകൾക്ക് അതിനെ കാണാം. അതിനെ കാണാൻ അല്പം പ്രയാസമുണ്ടെന്ന് മാത്രം. കാരണം ധ്രുവ നക്ഷത്രം വടക്ക് ഭാഗത്തെ കൃത്യം ധ്രുവത്തോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അത് 100% ധ്രുവത്തിനടുത്ത് എത്തിയിട്ടില്ല. ഇനി 1 ഡിഗ്രി പോകണം. അത് ഉത്തര ഖഗോളത്തിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ തലക്ക് മുകളിൽ കാണാൻ പറ്റൂ.
ഭൂമധ്യരേഖയിൽ നിൽക്കുന്ന ആൾക്ക് അതിനെ കാണാനേ പറ്റില്ല. ക്രമേണ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് പോകും തോറും, ഇപ്പോൾ നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനം, കേരളത്തിന്റെ അക്ഷാംശം 8 ഡിഗ്രിക്കും 12 ഡിഗ്രിക്കും ഇടയ്ക്കാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് അക്ഷാംശം 11.15 ഡിഗ്രിയാണ്. അപ്പൊ നമ്മള് തിരുവനന്തപുരത്തെ കാണണമെങ്കിൽ ഏതാണ്ട് നമ്മുടെ വടക്കേ ചക്രവാളത്തിൽ നിന്നും 11.15 ഡിഗ്രിക്ക് മുകളിൽ നോക്കിയാൽ മതി. കാസർഗോഡുകാർക്ക് കാണണമെങ്കിലോ 12 ഡിഗ്രി കാണും. തിരുവനന്തപുരത്തുകാർക്കാണെങ്കിൽ 8 ഡിഗ്രി ഉയരത്തിലായിരിക്കും കാണുക. അതുകൊണ്ട് തന്നെ ധ്രുവനക്ഷത്രത്തെ കേരളത്തിൽ നിന്ന് കാണുക വളരെ ചുരുങ്ങിയ സ്ഥലത്തിനെ കാണാൻ പറ്റുള്ളൂ. അതിന് കാരണം 11 ഡിഗ്രി ഉയരത്തിൽ വരെ പൊടിപടലങ്ങൾ നിറഞ്ഞ ഒരു ചക്രവാളവും പോരാത്തതിന് ധാരാളം കൂറ്റൻ മരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ. അപ്പോൾ ധ്രുവനക്ഷത്രത്തെ മനസ്സിലാക്കാൻ വടക്ക് ഭാഗം ചൂണ്ടുന്ന ധ്രുവനക്ഷത്രത്തെ നോക്കുന്നത് പോലെ തെക്ക് ഭാഗത്തേക്ക് പോയാൽ അവിടെ കൃത്യം തെക്ക് ഭാഗത്ത് ദക്ഷിണ ധ്രുവത്തിൽ ഒരു ഒറ്റ നക്ഷത്രമില്ല. അപ്പൊ അത് മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് ക്രക്സിനെ ഉപയോഗിക്കുന്നത്. എങ്ങനെ നോക്കാം. ഇവിടെ വലതുവശത്തെ ക്രക്സിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് ക്രക്സിലെ ഗാമ എന്ന നക്ഷത്രമാണ്. വളരെ വലിയ വലിയ പ്രകാശമുള്ള 4 നക്ഷത്രങ്ങളാണ്. ഇത് ബീറ്റയാണ്, ഇത് ഡെൽറ്റയാണ്, ഇത് ആൽഫയാണ്. അപ്പോ ഗാമയെയും ആൽഫയെയും കൂട്ടി യോജിപ്പിച്ചൊരു വര വരച്ചാൽ അത് നേരെ ചെല്ലുന്നത് ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. ഇതാണ് ക്രക്സിന്റെ ഉപകാരം. അതായത് ഈ ഗണത്തിലെ, ഒന്നുകൂടെ പറയാം, ആൽഫയെയും ഗാമയെയും യോജിപ്പിച്ച് തെക്കോട്ട് നീട്ടിയാൽ എത്തുന്നത് ദക്ഷിണ ധ്രുവത്തിലായിരിക്കും. ചിലപ്പോഴൊക്കെ കരീന, വേല എന്നീ തൊട്ടടുത്ത ഗണങ്ങളിലെ മറ്റൊരു ക്രോസ് അല്ലെങ്കിൽ മറ്റൊരു കുരിശുണ്ട്. അതിന് വളരെ മങ്ങിയ നക്ഷത്രങ്ങളായതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ക്രക്സിലെ നക്ഷത്രങ്ങളൊക്കെ വലിയ വലിയ നക്ഷത്രങ്ങളാണ്, പ്രകാശമുള്ള നക്ഷത്രങ്ങളാണ്. എന്നാൽ കരീനയിലെ ഈ കുരിശ് ഇതിനതുകൊണ്ട് തന്നെ ഫാൾസ് ക്രോസ് അല്ലെങ്കിൽ കള്ളക്കുരിശ് എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പലപ്പോഴും നിരീക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. പക്ഷെ നക്ഷത്രങ്ങൾ മങ്ങിയവയാണ്. ക്രക്സ് എന്ന ഗണം ഇവിടെ കാണാം. ഇത് ഉത്തര ഖഗോളത്തിലെ കസ്യോപ്യ എന്ന ഗണമാണ്. ഇതിന് നേരെ എതിർവശത്തായിരിക്കും ദക്ഷിണ ഖഗോളത്തിലെ ക്രക്സ്. അടുത്ത 1000 വർഷങ്ങളിൽ ഭൂമിയുടെ പുരസരണം കാരണം ഈ ക്രക്സ് ദക്ഷിണ ധ്രുവത്തിന് സമീപത്ത് വരും. നാവികർ തങ്ങളുടെ യാത്രക്കിടയിൽ ദിക്ക് കണ്ടുപിടിക്കാൻ ഉത്തര ധ്രുവത്തിൽ എങ്ങനെയാണോ ധ്രുവനക്ഷത്രത്തെ ഉപയോഗിക്കുന്നത്, നേരത്തെ പറഞ്ഞു, അതുപോലെ ദക്ഷിണ ധ്രുവത്തിൽ അവർ ക്രക്സിനെ ഉപയോഗിക്കുന്നു. നേരത്തെ ഇതിന്റെ ഒരു സാംസ്കാരിക പ്രത്യേകത പറഞ്ഞല്ലോ. പല രാജ്യങ്ങളും തങ്ങളുടെ ദേശീയ അടയാളമായി ക്രക്സിനെ ഉപയോഗിക്കുന്നു. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സമോവ, ബ്രസീൽ, പപ്പുവ ന്യൂ ഗിനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ കുരിശടയാള ഗണത്തിന് വലിയ സാംസ്കാരിക പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഞാൻ അതിന് കാരണം പറഞ്ഞു. അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയ മതമാണുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു മതത്തിന്റെ അടയാളമായി കുരിശിനെ കരുതുന്നതുകൊണ്ട് പല രാജ്യങ്ങളും സംഘടനകളും ഈ ഗണത്തെ അവരുടെ ദേശീയയുടെ ചിഹ്നമായി കണക്കാക്കുന്നു. ഓസ്ട്രേലിയ അവരുടെ ദേശീയ ഗാനത്തിൽ എഴുതി ചേർത്ത വരികൾ എന്താണെന്നറിയോ? ബെനീത്ത് അവർ റേഡിയന്റ് സദൻ ക്രോസ് വി വിൽ ടോയിൽ വിത്ത് അവർ ഹാൻഡ്സ് ആൻഡ് ഹാർട്ട്സ് എന്നാ. ഇവിടെ നോക്കിയാൽ മതി, ഇതെല്ലാം അവരുടെ പതാകകളാണ്, പല രാജ്യങ്ങളുടെ. ഇന്ത്യക്കാർക്ക് പക്ഷെങ്കിൽ കുരിശടയാളം പരിചിതമാകുന്നത് 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരും 1498 വാസ്കോഡ ഗാമ വന്നോടെയാണല്ലോ
ഇന്ത്യയുടെ വിദേശാധിപത്യത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. വന്ന ആളുക വാസ്കോഡ ഗാമ, പിന്നെ വന്നത് ഡച്ചുകാരാണ്, പിന്നെ വന്നത് ഇംഗ്ലീഷുകാരാണ്, യൂണിയൻ ജാക്ക്. അങ്ങനെ ഈ രാജ്യത്ത് അധിനിവേശം സ്ഥാപിച്ചതോടെയാണ് കുരിശ് എന്താണെന്ന് അറിയുന്നത്. അതിനു മുമ്പ് ഇന്ത്യക്കാർക്ക് തെക്കൻ കുരിശ് അറിയപ്പെട്ടിരുന്നു മറ്റൊരു പേരിലായിരുന്നു. നക്ഷത്രഗണത്തെ അറിയാമായിരുന്നു, ഒന്നും അറിയാമായിരുന്നു. ആ പേര് ത്രിശങ്കു എന്ന പേരിലാണ്. ഈ പേരിന്റെ പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. അതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ശംഖു അല്ലെങ്കിൽ ത്രിശങ്കു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കുറ്റി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ആണി. അപ്പൊ ത്രിശങ്കു എന്ന് പറഞ്ഞാൽ 3 കുറ്റികൾ എന്നാണ് അർത്ഥം. ആ കഥ എന്താണെന്ന് നോക്കാം നമുക്ക്. വിശ്വാമിത്ര മഹർഷി ഉണ്ടായിരുന്നു ഇന്ത്യയിലെ പുരാണങ്ങളിൽ. ത്രിശങ്കു സ്വർഗം ഉണ്ടാക്കിയ കഥയാണ്. അദ്ദേഹമാണ് ത്രിശങ്കു സ്വർഗം ഉണ്ടാക്കിയത്. ത്രിശങ്കു സ്വർഗം, സ്വർഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പല മതങ്ങളും വിശ്വസിക്കുന്നത് ആകാശത്തിന്റെ മേലെ എവിടെയാണെന്നല്ലേ. അപ്പോ നമ്മുടെ ഈ ത്രിശങ്കു സ്വർഗവും ആകാശത്ത് തന്നെയാണ്. എന്താ കഥ നോക്കാം. സൂര്യവംശ രാജാവായ തയ്യാരുണൻ, അദ്ദേഹത്തിന്റെ മകൻ മഹാലംബടനും അക്രമിയും ദുഷ്ടനുമായ സത്യവ്രത രാജകുമാരൻ ഒരു ബ്രാഹ്മണ വധുവിനെ വിവാഹവേദിയിൽ നിന്നും ബലാത്കാരേണ തട്ടിക്കൊണ്ടുപോയത് വസിഷ്ഠ മഹർഷിയോടുള്ള തന്റെ പക പോക്കാനായിരുന്നു. കാരണം സത്യവ്രതൻ വസിഷ്ഠന്റെ പശു നന്ദിനിയെ കൊന്നു. മാംസം വിശ്വാമിത്ര മഹർഷി പത്നിക്ക് കാഴ്ചവെച്ചു. വസിഷ്ഠൻ സത്യവ്രതനെ ശപിച്ച് ചണ്ടാലനാക്കി. ചണ്ടാലൻ എന്നാൽ അറിയാമല്ലോ, ഏറ്റവും മോശം ജാതിക്കാരനാണ്. അതായത് 4 ജാതിയുടെയും ഏറ്റവും മോശം, ഏറ്റവും താഴെത്തട്ടിലിരിക്കുന്നവനാണ് ചണ്ടാലൻ, അസ്പൃശ്യൻ. അദ്ദേഹത്തിനോട് കൽപ്പിച്ചു, നീ ചെയ്ത 3 പാപങ്ങൾ നിന്നെ നിരന്തരം പീഡിപ്പിക്കട്ടെ എന്നും ശപിച്ചു. എന്തൊക്കെയായിരുന്നു ഈ 3 പാപങ്ങൾ? 1 പിതൃകോപം, അദ്ദേഹത്തിന്റെ അച്ഛന്റെ കോപം, വധു ചോരണം, ബ്രാഹ്മണ വധുവിനെ തട്ടിക്കൊണ്ടുപോയത്, 3-ാമത്തത് മാംസഭക്ഷണം. അപ്പോൾ ഇത് 3ഉം നിന്നെ പീഡിപ്പിക്കട്ടെ എന്ന് നമ്മുടെ വസിഷ്ഠ മഹർഷി അദ്ദേഹത്തെ ശപിച്ചു. ഇവിടെ ചിത്രത്തിൽ കാണാം, ത്രിശങ്കു സ്വർഗം എന്നൊരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ത്രിശങ്കു തലകുത്തി താഴോട്ട് വരിക ആകാശത്തു നിന്ന്. അതെങ്ങനെ നോക്കാം. ശാപത്തിൽ നിന്നും മോചനമാർഗം തേടി വിശ്വാമിത്രന്റെ അരികിലെത്തിയ സത്യവ്രതന് വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ ബദ്ധവൈരികളായിരുന്നു. അതിന് കാരണം ഞാൻ പറഞ്ഞു. വിശ്വാമിത്രന്റെ പശുവെ നന്ദിനിയെയാണ് വസിഷ്ഠൻ തട്ടിക്കൊണ്ടുപോയത്. ആ നന്ദിനിയാണ് നമ്മുടെ സത്യവ്രതൻ കൊന്നിട്ട് ഇതിന്റെ മാംസം കൊണ്ടു കൊടുത്തത്. സത്യവ്രതനെ മരിക്കുന്നതിന് മുൻപ് സ്വർഗത്തിലേക്ക് പോകണമെന്ന തന്റെ ആഗ്രഹം നിറവേറ്റി തരണമെന്ന് വിശ്വാമിത്രനോട് ആവശ്യപ്പെട്ടു. സത്യവ്രതനെ വിശ്വാമിത്രൻ ഉടലോടെ സ്വർഗത്തിലേക്ക് അയച്ചു മരിക്കുന്നതിന് മുമ്പ്. രസകരമായ കാര്യമാണ്. ഇത് മുകളിൽ നിന്ന് ഇന്ദ്രൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോപിഷ്ഠനായ ഇന്ദ്രൻ സത്യവ്രതനെ സ്വർഗത്തിലേക്ക് കടക്കാൻ അനുവദിക്കാതെ, സ്വർഗത്തിന്റെ രാജാവാണ് ഇന്ദ്രൻ, തല കീഴായി ഭൂമിയിലേക്ക് അയച്ചു. അതിലും കോപാക്രാന്തനായ വിശ്വാമിത്രൻ ആകാശത്ത് തന്നെ അദ്ദേഹത്തിന് സ്വർഗം പണിതു കൊടുത്തു. അതാണ് ത്രിശങ്കു സ്വർഗം. തലകുത്തി താഴോട്ട് വരുന്ന സത്യവ്രതനെ നമ്മുടെ വിശ്വാമിത്ര മഹർഷി ഒരുക്കിക്കൊടുത്ത സ്വർഗമാണ് ആകാശത്തിത് എന്നാണ് കഥ. അപ്പോ ഇനി ത്രിശങ്കുവിന്റെ യഥാർത്ഥ ചിത്രം നോക്കാം. നമുക്ക് എന്താണെന്നുള്ളത് ഇവിടെ നോക്കാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതൊരു കുരിശടയാളമാണെങ്കിൽ ഈ 4 നക്ഷത്രങ്ങൾ, ഇന്ത്യക്കാർക്കത് 3 കുറ്റികളാണ്. 1, 2, 3. ഈ 3 കുറ്റികളാണ് നമ്മുടെ സത്യവ്രതന്റെ പാപങ്ങൾ. ത്രിശങ്കുവിനെ മധ്യാകാശത്തെ ത്രിശങ്കു സ്വർഗത്തിൽ തലകീഴായി നിർത്തിയെങ്കിലും യഥാർത്ഥത്തിൽ ശംഖു എന്നാൽ കുറ്റി എന്നാണ് അർത്ഥം. അതായത് 3 കുറ്റികൾ താഴത്തെ ചിത്രത്തിൽ കാണിച്ചതുപോലെ തല താഴോട്ടിട്ട് വരുന്നത് പോലെയുള്ള രൂപം. ഈ 3 കുറ്റികൾ സത്യവ്രതന്റെ പാപങ്ങളാണത്രേ. കഥയാണ്. ആകാശത്തെ നക്ഷത്രഗണങ്ങളെ പറ്റിയും നക്ഷത്രങ്ങളെ പറ്റിയും എമ്പാടും കഥകളുണ്ട്.
ഞാനിപ്പോ ഈ വിവരിച്ച ഒരു കഥ അത് ഇന്ത്യക്കാരുടെ കഥയാണ്, ഇന്ത്യൻ പുരാണങ്ങളുടെ കഥയാണ്. ഈ മറ്റു രീതിയിൽ കാണേണ്ടതില്ല, വെറും രസകരമായൊരു കഥ എന്ന രീതിയിൽ കണ്ടാൽ മതി. ശരി, 6.5 കാന്തിമാനത്തേക്കാൾ കൂടിയ പ്രകാശം 49 നക്ഷത്രങ്ങളിൽ ഈ ഗണത്തിലുണ്ട്. ഇവിടെ കുരിശന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. 4 പ്രധാന നക്ഷത്രങ്ങളേ ഉള്ളൂ. ഒന്ന് ഗാമ, ഇത് ബീറ്റ, ഇത് ഡെൽറ്റ, ആൽഫ. അങ്ങനെയാണ്. ആൽഫ നക്ഷത്രം 3 ചേർന്നതാണ്. ഭൂമിയിൽ നോക്കുമ്പോൾ അതിനെ 3 കാണാൻ കഴിയില്ല. കാണണമെങ്കിൽ ചെറിയ ടെലിസ്കോപ്പോ അതല്ലെങ്കിൽ ബൈനോക്കുലറോ വേണം. 321 പ്രകാശവർഷം അകലെയുള്ള ആൽഫയാണ് പ്രധാന നക്ഷത്രം. 1.3, 1.8, 5 എന്നിങ്ങനെയാണ് 3 നക്ഷത്രങ്ങളുടെ കാന്തിമാനം. അതിന്റെ 3ന്റെ ശരാശരി കാന്തിമാനമാണ് ഭൂമിയിൽ നിന്നുള്ളവർക്ക് കാണാൻ കഴിയുക. ചെറിയ ടെലിസ്കോപ്പ് കൊണ്ടോ ബൈനോക്കുലർ കൊണ്ടോ കാണാൻ കഴിയും. രണ്ടാമത്തത് ബീറ്റയാണ്. ഇതാ പേരി മിമോസ, നീല നിറത്തിലാണ്. 1.3 കാന്തിമാനത്തിൽ 353 വർഷത്തിൽ പ്രകാശവർഷത്തിൽ ദൂരെയാണ് ഇതുള്ളത്. ഒരു സഫീദ് ചരമാണ്. അതിന്റെ പ്രകാശ വ്യതിയാനം 0.1. സഫീദ് ചരം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. പ്രകാശത്തിനകത്ത് വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെയാണ് സഫീദ് ചരങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ആ പ്രകാശ വ്യതിയാനം വളരെ കൃത്യമായിരിക്കും, വളരെ ക്രമീകരിക്കപ്പെട്ട പ്രകാശ വ്യതിയാനം. അതുകൊണ്ടാണ് അവയെ സഫീദ് ചരങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം നക്ഷത്രങ്ങളെയാണ് യഥാർത്ഥത്തിൽ ആകാശത്തെ പല വസ്തുക്കളുടെയും ദൂരം കണ്ടുപിടിക്കാൻ താരതമ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവയ്ക്ക് പറയുന്നത് സഫീദ് ചരങ്ങൾ എന്നാണ്. ഇത് ഗാമ നക്ഷത്രമാണ്. ഇതൊരു ദൃശ്യ ഇരട്ടയാണ്. ഇതിന്റെ പ്രൈമറി ചുവപ്പ് ഭീമനും കാന്തിമാനം 1.6 ആണ്. ദൂരം 88 പ്രകാശവർഷവും. നക്ഷത്രം ഭൂമിക്ക് ഏറ്റവും അടുത്ത് ചുവപ്പ് ഭീമൻ നക്ഷത്രമാണിത്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ചുവപ്പ് ഭീമനാണിത്. ഇതിന്റെ സെക്കൻഡറിയുടെ കാന്തിമാനം 6.5ഉം 264 പ്രകാശവർഷം അകലെയുമാണ്. പിന്നെ ഉള്ളത് ഡെൽറ്റയാണ്. ഡെൽറ്റയുടെ പേര് ഹിമായി എന്നാണ്. കാന്തിമാനം 2.8, നീല നിറത്തിലാണ്. 345 പ്രകാശവർഷം ദൂരത്തിലാണ്. മിമോസ പോലെ ഈ നക്ഷത്രവും ഒരു സഫീദ് ചരമാണ്. വിദൂര വസ്തുക്കളെ പറ്റി ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ ക്രക്സ് ഗണത്തിലെ ഒരു പ്രധാനപ്പെട്ട വിദൂര വസ്തുവാണ് ഹോൾസാക്ക് നെബുല. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കരിച്ചാക്ക് നെബുല. കരി കൊണ്ടിരുന്ന ചാക്ക്, അതിനാ പറയുന്നത് കരിച്ചാക്ക് നെബുല. ഇവിടെ നോക്കാം, കറുത്തിരിക്കുന്നു. ഇതാണ് കരിച്ചാക്ക് നെബുല. ഈ മൊത്തത്തിലെ 3 ചേർന്നത് 180 പാർസെക് എന്ന് വെച്ചാൽ 590 പ്രകാശവർഷം അകലെയാണ് ഇതുള്ളത്. ഈ നെബുല മസ്ക, സെന്റാറസ് എന്നീ ഗണങ്ങളിൽ കൂടെ പരന്നു കിടക്കുന്നു. ക്രക്സിൽ മാത്രമല്ല. അങ്ങനെയാണെങ്കിലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇതിനെ കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട വിദൂര വസ്തുവാണ് ആഭരണപ്പെട്ടി അല്ലെങ്കിൽ ജ്വൽ ബോക്സ് എന്നറിയപ്പെടുന്ന NGC 4755. ആഭരണപ്പെട്ടി എന്നറിയപ്പെടുന്ന തുറന്ന നക്ഷത്രവൃന്ദമാണ് ഇത്. ഇതാ തുറന്ന നക്ഷത്രവൃന്ദമാണ്. 2 തരത്തിലുള്ള നക്ഷത്രവൃന്ദങ്ങളുണ്ടല്ലോ. ഒന്ന് ഗോളാകാര നക്ഷത്രവൃന്ദം, മറ്റൊന്ന് തുറന്ന നക്ഷത്രവൃന്ദം. ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, കാണിച്ചു തന്നാണ്. 1786 ജോൺ ഹെർഷൽ എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ഈ മനോഹരമായ വൃന്ദത്തെ ക്രക്സ് ഗണത്തിൽ 1.5 കിലോ പാർസെക് ദൂരത്തിൽ കണ്ടെത്തിയത്. അവസാനമായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൗരയൂഥേതര ഗ്രഹത്തെയാണ്. ഒരു എക്സോ പ്ലാനറ്റ്. ഏതാണ്ട് 4-5 വർഷങ്ങളായി ആകാശത്ത് ധാരാളം നമ്മുടെ സൗരയൂഥത്തിന്റെ പുറത്തുള്ള നക്ഷത്രങ്ങളുടെ പുറകെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പല ഗ്രഹങ്ങളെയും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഏതാണ്ട് 5000 ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്.
അത്തരം ഒരു നക്ഷത്രത്തിന്റെ പിറകെ, ആ നക്ഷത്രത്തിന്റെ പേര് HD 106906, അതല്ലെങ്കിൽ ഹിപ്പാർക്കസിന്റെ പേരിലുള്ള 5996 എന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിന്റെ ചുറ്റും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന HD 16906b എന്ന സൗരയൂഥേതര ഗ്രഹത്തെ മാർച്ച് 2019 കണ്ടെത്തിയത്. പല ഇത്തരം ഗ്രഹങ്ങളും ഭൂമിയെ പോലെയോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള പോലെ ജലസാന്നിധ്യമോ ഈയിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ഒരു നക്ഷത്രമാണല്ലോ പ്രോക്സിമ സെന്റോറി. വെറും 4.26 പ്രകാശവർഷം അകലെയാണത്. സെന്റാറസ് എന്ന ഗണത്തിലെ പ്രോക്സിമ എന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിന് ചുറ്റും ഒരു ഭൂമിയെ പോലെ തന്നെയുള്ള ഒരു ഗ്രഹത്തെ ഈയിടെ കണ്ടെത്തിയിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ സമുദ്രങ്ങളുണ്ടത്രേ ഭൂമിയെ പോലെയുള്ള. അങ്ങനെ ശാസ്ത്രലോകം വളരെ വേഗം ഇത്തരം ഗ്രഹങ്ങളെ കണ്ടെത്തുകയും അവയിൽ ജീവജാലങ്ങളുടെ അംശം ഉണ്ടോ എന്ന അന്വേഷണത്തിന്റെ പാതയിലാണിപ്പോൾ. ഇത്തരം ഗ്രഹങ്ങളിൽ വാതക നക്ഷത്രങ്ങൾക്ക് ചുറ്റും ചുറ്റുന്ന ഏറ്റവും വലിയ പരിക്രമണ പഥമുള്ള ഒരു ഗ്രഹമാണിത്. ആ ഗ്രഹത്തിന്റെ സ്ഥാനമായി കാണിച്ചിരിക്കുന്നത്, ഗ്രഹത്തെ കാണുക പ്രയാസമാണ്, കാരണം അത്രയധികം ദൂരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം ഗ്രഹങ്ങളെ കണ്ടുപിടിക്കുന്നതിനെ പറ്റി നമുക്ക് അല്പം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് നമുക്ക് അതിനുവേണ്ടി തന്നെ ഉപയോഗിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പരിപാടി അവസാനിക്കുകയാണ്. എല്ലാവരും ഇത് പൂർണ്ണമായും കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.